ഇതൊരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് പുതിയ തലമുറയെ, ഞങ്ങളൊക്കെ പഴയ ആളാണ്, പുത്തൻ തലമുറയെ ചിന്തിപ്പിക്കുവാൻ വളർന്നു വരുന്ന പുതിയ വിദ്യാർത്ഥികൾ, എഴുത്തുകാർ, അവർക്കൊക്കെ പ്രയോജനം നൽകുന്ന ഒരു സന്ദേശമാണ് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ശൈല ടീച്ചറാണെങ്കിലും അതുപോലെ ഈ മോനൊക്കെ വരുമെന്ന് പറയുമ്പോഴുള്ളൊരു സന്തോഷം ഭയങ്കരമാണ്. ഞാനൊരു 2 പാട്ടൊക്കെയാണ് പാടുന്നത്, അത് എനിക്ക് വലിയ പ്രസംഗമൊന്നും പരിചയമില്ല. പക്ഷേ ജീവിതത്തിലെ പാട്ടുകൾ പാടി അതിനുവേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്, രക്തസാക്ഷികൾ. AK കുറിച്ചൊക്കെ പറഞ്ഞു, ഞാനതൊക്കെ അങ്ങോട്ട് കടക്കുന്നില്ല. തിരുവിതാംകൂർ, കൊച്ചി, കേരളം, ഇന്ന് കാണുന്ന ഇന്ത്യ, അവിടുത്തെ സംസ്ഥാനങ്ങളുടെ ജീവിത നിലവാരം എന്താണെന്ന് വായിച്ചറിയാനും നേരിട്ട് കാണുവാനും ഒക്കെ സാധിച്ച ഒരു വല്യമ്മയാണ്, അല്ലെങ്കിൽ ഒരു മുത്തശ്ശിയാണ്. അതുകൊണ്ട് തീർച്ചയായും വൈക്കത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വൈക്കത്തിന് ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവിടെ നിന്നാണ് തുടക്കം. TV ഒരു കൊച്ചു പാഠം കൊടുത്തത് വന്ന് പാടിയ ഒരു കാലം ഞാൻ ഓർക്കുന്നു. പക്ഷേ അവിടെയുള്ള ആളുകളൊക്കെ വലിയപ്പന്മാരായി. തീർച്ചയായും ഒരു പുത്തൻ തലമുറയെ ഈ ചുമതല ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും സന്തോഷമുണ്ട്. മനസ്സൊന്നാവട്ടെ, മതം ഏതെങ്കിലും ആവട്ടെ, ആ ഒരു ഗാനത്തോടുകൂടെ ഞാൻ എൻ്റെ കൊച്ചു വാക്ക് അവസാനിപ്പിക്കാം. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൽപ്പൂ വിരിയട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഓ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൽപ്പൂ വിരിയട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൽപ്പൂ വിരിയട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ.